ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സന്ദീപ് ശശിധരൻ. എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എന്നതാണ് കേന്ദ്ര സർക്കാർ നയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരതം വികസിത് ഗോവ 2047 പൊതുപരിപാടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. 1330 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഗോവയിൽ തുടക്കം കുറിച്ചു. ദക്ഷിണ ഗോവ ജലശുദ്ധീകരണ പ്ലാന്റ്, പനാജി റേസ് മാഗോസ് പാസഞ്ചർ റോപ്പ് വേ എന്നിവയുടെ ശിലാസ്ഥാപനവും അദ്ദേഹം ചടങ്ങിൽ നിർവഹിച്ചു. ഗോവയിൽ ഇന്ത്യ ഊർജ്ജവാരം 2024 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പൊതുപരീക്ഷകളിലെ തിരിമറികൾ തടയുന്നത് സംബന്ധിച്ച ബിൽ ലോക്സഭ പാസാക്കി. UPSC, SSC, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകൾ എന്നിവ നടത്തുന്ന പരീക്ഷകൾ സംബന്ധിച്ചതാണ് പ്രസ്തുത ബിൽ. ചോദ്യപേപ്പർ ചോർച്ച, ഓൺലൈൻ തിരിമറികൾ, വ്യാജ അഡ്മിറ്റ് കാർഡുകൾ, ഉദ്യോഗാർത്ഥികൾക്ക് പുറമേ നിന്നുള്ള സഹായം തുടങ്ങിയ തെറ്റായ പ്രവണതകൾ തടയുകയാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത്. ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് 3 മുതൽ 10 വർഷം വരെ തടവും 10 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ പിഴയും ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നു. പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും OBC സംവരണം ഉറപ്പുവരുത്തുന്ന ജമ്മു കാശ്മീർ തദ്ദേശ സ്ഥാപന ഭേദഗതി ബില്ലാണ് ലോക്സഭ ഇന്ന് പാസാക്കിയ മറ്റൊരു ബിൽ. രാജ്യസഭ ഇന്ന് ജലമലിനീകരണ ഭേദഗതി ബിൽ പാസാക്കി. ജലമലിനീകരണം തടയുന്നതിനായി കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ മലിനീകരണ നിയന്ത്രണ ബോർഡുകൾ രൂപീകരിക്കുകയും നിയമലംഘനങ്ങൾക്ക് പിഴ ഏർപ്പെടുത്തുകയാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത്. ആന്ധ്രാപ്രദേശ്, ഒഡീഷ പട്ടികജാതി പട്ടികവർഗ ഭേദഗതി ബില്ലുകളും രാജ്യസഭ ഇന്ന് പാസാക്കി. ഉപഭോക്താക്കൾക്ക് സബ്സിഡി നിരക്കിൽ അരി ലഭ്യമാക്കുന്നതിനായി ഭാരത് റൈസ് ബ്രാൻഡിന് തുടക്കം കുറിച്ച് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കിലോഗ്രാമിന് 29 രൂപ നിരക്കിൽ 5-10 കിലോ പാക്കറ്റുകളിലാണ് അരി വിപണിയിൽ ലഭ്യമാക്കുന്നത്. താങ്ങാവുന്ന വിലയ്ക്ക് റേഷൻ ഉറപ്പുവരുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ശ്രീ പീയൂഷ് ഗോയൽ ചടങ്ങിൽ പറഞ്ഞു. ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഹസൻ മഹ്മൂദ് 3 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഇന്ത്യയിലെത്തും. ബംഗ്ലാദേശിൽ പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷമുള്ള ആദ്യ സന്ദർശനമാണിത്. സംസ്ഥാനത്തെ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച് ഐക്യരാഷ്ട്ര വനിതാ സംഘം. സമൂഹത്തിൽ എല്ലാ ശ്രേണിയിലുള്ള സ്ത്രീകൾക്കും സഹായകരമാകുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുവരുന്നതെന്ന് മന്ത്രി വീണ ജോർജുമായി നടത്തിയ ചർച്ചയിൽ സംഘം വ്യക്തമാക്കി. അമിത ലാഭം പ്രതീക്ഷിച്ച് ആളുകൾ ഓൺലൈൻ തട്ടിപ്പുകളിൽ വീഴുന്ന സ്ഥിതിയുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള പോലീസിന്റെ സൈബർ ഡിവിഷന്റെയും മറ്റ് പദ്ധതികളുടെയും ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കഴിഞ്ഞ വർഷം മാത്രം ഓൺലൈൻ തട്ടിപ്പുകളിലൂടെ സംസ്ഥാനത്ത് 201 കോടി രൂപയാണ് നഷ്ടമായത്. സമൂഹം ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നും തട്ടിപ്പുകൾക്ക് ഇരയായാൽ ഉടൻ തന്നെ 1930 എന്ന നമ്പറിൽ അറിയിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് വഴി നടപ്പാക്കുന്ന റെസിലിയന്റ് കേരള പ്രോഗ്രാം ഫോർ റിസൾട്ട്സ് സംബന്ധിച്ച് ലോകബാങ്ക് പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ മാസം 9 വരെ നടക്കുന്ന ഇടക്കാല അവലോകനത്തിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച. എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് നാളെ മുതൽ വെള്ളിയാഴ്ച വരെ നടത്തുന്ന രാജ്യാന്തര ഊർജ്ജമേള തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ സംസ്ഥാന ഊർജ്ജ സംരക്ഷണ പുരസ്കാരം വിതരണം ചെയ്യും. കേരള സർക്കാർ കേന്ദ്രത്തിനെതിരെ മറ്റന്നാൾ ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധത്തിൽ DMK പങ്കെടുക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സ്വയംഭരണാവകാശത്തിലെ കേന്ദ്ര ഇടപെടലുകൾക്കെതിരെ കേരളം സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിക്ക് തമിഴ്നാട് പിന്തുണ നൽകുമെന്നും അദ്ദേഹം ട്വിറ്ററിലൂടെ അറിയിച്ചു. സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വർക്കലയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കാൻ ഒരുങ്ങി സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്. വർക്കലയുടെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഡോക്ടർ വന്ദനദാസ് വധക്കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജി ഹൈക്കോടതി തള്ളി. വന്ദനയുടെ പിതാവ് മോഹൻദാസ് സമർപ്പിച്ച ഹർജിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ബോധപൂർവമായ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി ഹൈക്കോടതി നിരാകരിച്ചത്. നിലവിലെ അന്വേഷണം തൃപ്തികരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് സെമിഫൈനലിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 245 റൺസ് വിജയലക്ഷ്യം. കാൻബറയിൽ പുരോഗമിക്കുന്ന മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ 42 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 203 റൺസ് എന്ന നിലയിലാണ്. പോളിടെക്നിക് വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം നൈപുണ്യ വികസനം സാധ്യമാകുന്ന ഇൻഡസ്ട്രി ഇന്റേൺഷിപ്പ് പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി R. ബിന്ദു നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളുടെ പരിഷ്കരിച്ച പാഠ്യപദ്ധതിയുടെ ഭാഗമാണ് ഈ പദ്ധതി. ടൂറിസം നിക്ഷേപക സംഗമത്തിൽ സമർപ്പിക്കപ്പെട്ട പദ്ധതികളുടെ നടത്തിപ്പിനായുള്ള ഫെസിലിറ്റേഷൻ സെന്റർ നാളെ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. നവംബറിൽ നടന്ന പരിപാടിയിൽ നിക്ഷേപകരിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ വിലയിരുത്തി തുടർ നടപടികൾ വേഗത്തിലാക്കാനും പുതിയ പദ്ധതികൾ സ്വീകരിക്കാനും ഫെസിലിറ്റേഷൻ സെന്റർ വഴി സാധിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.